നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈക്കോതെറാപ്പിയെ കുറിച്ചാണ് പറയുന്നത്. ഫാമിലി കോൺസ്റ്റലേഷൻ തെറാപ്പി. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ജർമ്മൻ സൈക്കോതെറാപ്പിസ്റ്റായ ബെർട്ട് ഹെല്ലിങ്ങർ ആണ് 1990s. ഇതിന് നമുക്ക് സിസ്റ്റമിക് കോൺസ്റ്റലേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് ഈ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് ഈ കോൺസ്റ്റലേഷൻ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും അല്ലേ. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലി അപ്പോൾ ഒരു സിസ്റ്റമാണ് അല്ലേ. ഇനി ഓർഗനൈസേഷൻ, നമ്മുടെ ഹോസ്പിറ്റൽ, സ്കൂൾ, നമ്മൾ ഓരോരുത്തരും ഓരോ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലേ. ഇനി ഈ കോൺസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിലുള്ള ഓരോ എലമെന്റ്സും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ, റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് കോൺസ്റ്റലേഷൻ എന്ന് പറയും. അപ്പോൾ ഫാമിലി കോൺസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ അകത്ത് എന്ന് പറയുമ്പോൾ പാരൻസ്, അവരുടെ കുട്ടികൾ, ഗ്രാൻഡ് പാരൻസ്, അവരുടെ കുടുംബാംഗങ്ങൾ, അവർക്ക് തമ്മിൽ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫാമിലി കോൺസ്റ്റലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തെറാപ്പി എയിം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, അയാളുടെ തോട്ട് പാറ്റേണിന്, അയാളുടെ ബിഹേവിയറിന് എല്ലാം കാരണമായിട്ടുണ്ടാവുക ഒരു പക്ഷേ ഒരു ഹിഡൻ ആയിട്ടുള്ള അയാളുടെ ആ സിസ്റ്റത്തിലുള്ള ഒരു ഫോഴ്സ് കാരണമായിരിക്കാം. അത് ഒരുപക്ഷെ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് പോലും ഉണ്ടാവില്ല. അതൊരുപക്ഷെ സബ് ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ജനറേഷൻസ് ബൈ ജനറേഷൻ തുടർന്ന് വരുന്ന ഒരു ട്രോമയായിരിക്കാം. അപ്പോൾ ഈ ഹിഡൻ ആയിട്ടുള്ള ഈ ഒരു കാരണം എന്താണെന്ന് കണ്ടെത്തുകയും ഇത് റിസോൾവ് ചെയ്യുകയാണ് ഒരു ഫാമിലി കോൺസ്റ്റലേഷൻ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കൊണ്ടുവന്നിട്ടുള്ള ബെർട്ട് ഹെല്ലിങ്ങറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ആദ്യം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് 16 വർഷം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുലു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അവരുടെ ആൻസിസ്റ്റേഴ്സിനെയും ഫാമിലിക്കും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അവർ പാലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ശേഷമാണ് അദ്ദേഹം സൈക്കോതെറാപ്പികൾ, NLP, ട്രാൻസാക്ഷൻ അനാലിസിസ്, എറിക്സോണിയൻ ഹിപ്നോതെറാപ്പി പോലെയുള്ള തെറാപ്പികളൊക്കെ പഠിച്ച് അദ്ദേഹം ഒരു സൈക്കോതെറാപ്പിസ്റ്റായിട്ട് മാറിയത്. ശേഷമാണ് 1990s അദ്ദേഹം ഈ ഒരു ഫാമിലി കോൺസ്റ്റലേഷൻ എന്ന ഈ ഒരു പുതിയൊരു മൊഡാലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്ന മറ്റ് തെറാപ്പികളുടെ, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളുടെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് മറ്റെല്ലാ തെറാപ്പികളുടെയും ഫാമിലി തെറാപ്പീസിന്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഫാമിലി കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് കോൺസ്റ്റലേഷൻ എന്ന ഈ ഒരു സൈക്കോതെറാപ്പി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിന്റെ ഒരു പെർസ്പെക്റ്റീവിലും കൂടി നോക്കി കാണുമ്പോഴാണ് നമുക്ക് ഈ തെറാപ്പിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ ഇഷ്യൂസിനാണ് ഈ ഒരു ഫാമിലി കോൺസ്റ്റലേഷൻ തെറാപ്പി വളരെയധികം യൂസ്ഫുൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ്, ട്രസ്റ്റ് ഇഷ്യൂസ്, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ പാരൻസും കുട്ടികളും തമ്മിൽ ഒരു ബോണ്ടില്ലാത്ത ഒരു സാഹചര്യം, ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഇന്റർജനറേഷണൽ ട്രോമാസ്, അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം, ഫോബിയ, ആൻസൈറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഫാമിലി കോൺസ്റ്റലേഷൻ തെറാപ്പി ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റർജനറേഷൻ ട്രോമയൊക്കെ ഹീൽ ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണിത്. ഇന്റർജനറേഷൻ ട്രോമ എന്ന് പറയുമ്പോൾ ജനറേഷൻ ബൈ ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺ ആയിരിക്കാം, തോട്ട്സ് ആയിരിക്കാം. ഇതിനെല്ലാം കളക്റ്റീവായിട്ടാണ് നമ്മൾ ഇന്റർജനറേഷൻ ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാരണം, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാരണം അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ, അവരുടെ ബിഹേവിയറിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ജനറേഷൻ ബൈ ജനറേഷൻ ഇങ്ങനെ തുടർന്ന് കൊണ്ടുവരികയും അത് ഇപ്പോൾ പ്രസന്റിലെ ക്ലയന്റിന് അത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഫാമിലി കോൺസ്റ്റലേഷൻ തെറാപ്പി വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ
ട്രോമയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതൊരു ട്രോമയാണെന്നുണ്ടെങ്കിലും അത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ട്രോമ സംഭവിക്കുന്ന സമയത്ത് എന്താണ് ട്രോമ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മുടെ കോഗ്നിറ്റീവ് പ്രീഫ്രണ്ടൽ ഏരിയ അവിടെ ഷട്ട് ഡൗൺ ആവുകയും ആ സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ഇമോഷൻസും നമ്മുടെ സെൻസേഷൻസും ഫീലിങ്സും ഒക്കെ ട്രോമ ബബിളായിട്ടാണ് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ ഒരു ടോക്ക് തെറാപ്പി കൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ യൂഷ്വലാണ്, അല്ലെങ്കിൽ അത് അന്നുണ്ടായ ഒരു കാര്യമല്ലേ, ഇപ്പോഴുള്ള ഒരു കാര്യമല്ലല്ലോ, അതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഫോബിയയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത് എഫക്റ്റീവ് ആവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരു തേർഡ് പേഴ്സന്റെ വ്യൂവിൽ അതിനെ എമ്പത്തറ്റിക്കലി നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ട്രോമയ്ക്ക് ഹീലിംഗ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്റർജനറേഷൻ ട്രോമയുടെ കാര്യം വരുമ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ക്ലയന്റിന്റെ പാരൻസിന് പോലും ചിലപ്പോൾ അറിയാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫാമിലി കോൺസൾട്ടേഷൻ തെറാപ്പിയിലൂടെ വളരെ നല്ല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെറാപ്പി ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വളരെ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് സെറ്റിങ്ങിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലയന്റ് നമ്മുടെ തെറാപ്പിസ്റ്റിനെ ഇതിൽ ഫെസിലിറ്റേറ്റർ എന്നാണ് പറയാം. തെറാപ്പിസ്റ്റിന്റെ അടുത്ത് നമ്മൾ എന്താണ് തൻ്റെ ഇഷ്യൂ, അതൊരു പക്ഷേ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന എന്താണ് കാരണം എന്നറിയാത്ത ഒരു ബോഡി പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ തുടർച്ചയായിട്ട് വരുന്ന നഷ്ടങ്ങളായിരിക്കാം, ഫാമിലിയുടെ ഉള്ളിലുള്ള വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് സക്സസിലേക്ക് എത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ക്ലയന്റ് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് സെറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ ഓരോ വ്യക്തികളും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലയന്റ് ഫെസിലിറ്റേറ്ററിന്റെ ഒരു ഹെൽപ്പോട് കൂടി ആ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെ നമ്മുടെ ഫീൽഡിലേക്ക്, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ സെന്ററിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയും, അവരുടെ പെർമിഷനോട് കൂടിയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങളെ ഒരു എലമെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് ആ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ, ഈ ഒരു റെപ്രസെന്റേറ്റീവ്സിനെ ഈ ഒരു ഫീൽഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവുക. ഒരാളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കരിയറിൽ സക്സസ് ആകാൻ പറ്റുന്നില്ല എന്നതായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയെ ഈ ഒരു ഫീൽഡിന്റെ ഉള്ളിലേക്ക് വിളിക്കുകയും, അയാളുടെ കരിയറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയും, പിന്നീട് അയാളുടെ എന്താണോ അറിയാത്ത ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു കാരണത്തെ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ ഈ ഗ്രൂപ്പിലേക്ക് വിളിക്കുകയും, ആ ഒരു സമയത്ത് ഈ ഒരു റെപ്രസെന്റേറ്റീവ്സിന് ഇയാളുടെ ലൈഫുമായിട്ട്, ഈ ക്ലയന്റിന്റെ ലൈഫുമായിട്ട്, അവരുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസിന് കാരണമായിട്ടുള്ള വ്യക്തികളുടെ ഇമോഷൻസ്, സെൻസേഷൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയർ വെച്ചിട്ട് നമ്മുടെ ഫെസിലിറ്റേറ്റർ ഈ ഒരു തെറാപ്പിയെ ലീഡ് ചെയ്യുകയും, അങ്ങനെ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാരണത്തെ കണ്ടെത്തുകയും അതിനെ റിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡ്രാമ തെറാപ്പിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സൈക്കോ ഡ്രാമയൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. പക്ഷെ സൈക്കോ ഡ്രാമയും ഇതും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്, സൈക്കോ ഡ്രാമയിൽ ഈ ഒരു റെപ്രസെന്റ് ചെയ്തു വരുന്ന ആൾക്കാർക്ക് താൻ ആരെയാണ് റെപ്രസെന്റ് ചെയ്തു വരുന്നത്, താൻ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരിക്കും. ഈ ഫാമിലി കോൺസ്റ്റലേഷനിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നവർക്ക് ക്ലയന്റിന്റെ ഇഷ്യൂ എന്താണെന്നോ അല്ലെങ്കിൽ തങ്ങൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നോ എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും അല്ലെങ്കിൽ അവർക്ക് യാതൊരു അവയർനെസ്സും ഉണ്ടായിരിക്കില്ല. കാര്യങ്ങളെക്കുറിച്ച് ക്ലയന്റിനോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനോ മാത്രമേ അറിയായിരിക്കുള്ളൂ. ഒരുപക്ഷെ ക്ലയന്റിനും യഥാർത്ഥത്തിൽ എന്താണ് തൻ്റെ ഗ്രാൻഡ് പാരൻസിന് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് തൻ്റെ ഇഷ്യൂലുള്ള യഥാർത്ഥ പ്രശ്നമെന്നോ എന്താണെന്നോ ആ ഒരു സമയത്തായിരിക്കും മനസ്സിലാകാം.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ക്ലയൻറ്റ് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിന്നുകൊണ്ട് തൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ തൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആക്ച്വൽ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. ഇത് കൂടുതൽ എക്സ്പീരിയൻഷ്യലാണ്. നമ്മളത് പറയുമ്പോൾ അതിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ബേസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരം റെപ്രസെന്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയൊരു ഇൻഡ്യൂഷൻ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച്, അതിൻ്റെ തിയറിയെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.